Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. മെഡിസെപ് തുക അധികമായി പിടിച്ചെടുക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ സബ് ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സിന്ദാബാദ്, പ്രതിഷേധം 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 മെഡിസെപ് അപാകതക്കെതിരെ പ്രതിഷേധം 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 പ്രീമിയം മെഡിസെപ് തുക അധികമായി പിടിച്ചെടുക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സമരം നടത്തി. സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ മെഡിസെപ് അനുവദിച്ചു എന്നല്ലാതെ അതിൻ്റെതായ രീതിയിൽ ഇപ്പോഴും അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയിപ്പോൾ പുതിയ വർഷം വരികയാണ്. ഇതിൻ്റെ 500 രൂപ എന്നുള്ളത് 810 രൂപ ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. എൻ രാമചന്ദ്രൻ, എം പി ദാമോദരൻ, വി പി ശേഖരൻ, വി മണികണ്ഠൻ, വി കെ വി രമേശൻ, പി കുട്ടിക്കൃഷ്ണൻ, ഡോക്ടർ വി എൻ രമണി, വി കെ വി രമേശൻ, എ ഉഷ, എ രാജൻ, വി വി പ്രകാശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അർദ്ധരാത്രിയിൽ സംഘടിച്ചെത്തിയവർ തൃക്കരിപ്പൂർ ടൗണിലെ റെസ്റ്റോറന്റിൽ ആക്രമണം നടത്തി. വാഹനങ്ങളും ടോയ്ലറ്റുകളും അടിച്ചു തകർത്തു. അക്രമത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. അക്രമത്തിൽ പരിക്കേറ്റ പശ്ചിമ ബംഗാൾ സ്വദേശി ബിറ്റു അലിയെ തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു പിന്നിലെ പോഗോ റെസ്റ്റോറന്റിൽ ബുധനാഴ്ച രാത്രി 11:30 4 പേർ എത്തി ഭക്ഷണം ഓർഡർ ചെയ്ത 5 മിനിറ്റ് കഴിയും മുൻപ് മുകൾ നിലയിൽ നിന്നും ബഹളമുണ്ടാക്കുകയും പാത്രങ്ങൾ എറിഞ്ഞുടിച്ചതായും പറയുന്നു. മാനേജർ ഇവരുമായി സംസാരിച്ച് പ്രശ്നത്തിൽ ഇടപെടുമ്പോഴേക്കും ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് അവരെത്തി 4 പേരെ അവിടെ നിന്ന് മാറ്റിയെങ്കിലും പോലീസ് പോയ സമയത്ത് കൂടുതൽ പേർ റെസ്റ്റോറന്റിന്റെ ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന് ഇരുചക്ര വാഹനങ്ങളും ടോയ്ലറ്റിന്റെ വാതിലുകളും മറ്റും തല്ലിത്തകർക്കുകയുമായിരുന്നുവെന്നും പറയുന്നു. കാറിലും ബൈക്കുകളിലും എത്തിയ 20-ൽ പരം ആളുകളുള്ള സംഘത്തിന്റെ കയ്യിൽ മരവടികളും ഹെൽമറ്റുകളും ഉണ്ടായതായും പറയുന്നു. സംഭവത്തിൽ പോഗോ റെസ്റ്റോറന്റ് മാനേജർ ഉദിനൂരിലെ ശിഹാബ് ചന്ദേര പോലീസിൽ പരാതി നൽകി. ഫസ്റ്റ് 4 ആൾ വന്ന് ഫ്രൈഡ് ചിക്കനും മന്തി ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് ചിക്കന് 15 മിനിറ്റ് ടൈമെന്ന് വെയിറ്റർമാർ പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപാട് ഇവർ മുകളിൽ നിന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. പ്ലേറ്റ് ഗ്ലാസ് എല്ലാം എറിഞ്ഞ് പൊളിച്ച് ഫാമിലി ഉണ്ടായത് അവരിൽ ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് 4 ആളെ ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയിട്ടാണല്ലോ ഉറപ്പുണ്ട്. രണ്ടാമത് വിളിച്ച സമയത്ത് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപാട് 10-25 ആൾ വന്ന് എല്ലാം അടിച്ച് പൊളിച്ച് സ്റ്റാഫിനെ തച്ച് ഡോറ് ചവിട്ടി പൊളിച്ച് പാരയും വടിയെല്ലാം കല്ലും എല്ലാം എടുത്തിട്ടാണ് വന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ടൗണിലെ പോഗോ റെസ്റ്റോറന്റിൽ നടന്ന അക്രമത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ പോലീസ് കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു. റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സംഘം അക്രമം അഴിച്ചുവിടുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് കർശന നടപടികൾ എടുത്തില്ലെങ്കിൽ അസോസിയേഷൻ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര പറഞ്ഞു. ഒരു സാധാരണക്കാരൻ നിലയിൽ
ഹോട്ടലുകാരൻ പോട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ആദ്യം നിയമപാലകരുടെ സഹായമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ആ നിയമപാലകർ ഇവിടെ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് മറിമായമാണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ 15 അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം 10-25ഓളം ആളുകൾ കുറുവടികളുമായിട്ട്, അതാ വടികളെല്ലാം അവിടെ കിടപ്പുണ്ട്, വടികളുമായിട്ട് വന്നാണ് ഹോട്ടൽ തല്ലിപ്പൊളിക്കുകയും ഇവിടെ ഒരു സ്റ്റാഫിന്, ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൂക്കിന് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തീർത്തും അപലപനീയമായ സംഭവമാണ്. ഇങ്ങനെ ഒരു സംഭവത്തെ വെറും കണ്ണുകളോടെ അല്ലെങ്കിൽ വെറും കൈയോടെ കാണാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന് സാധിക്കില്ല. ഇതിന് കർശനമായ നടപടികൾ പ്രതികൾ ആരായാലും അവരുടെ മേൽ സ്വീകരിക്കണം. അതിനുവേണ്ട എല്ലാ സമ്മർദ്ദങ്ങളും സംഘടന ചെറുത്തും. സംഭവത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിൽ പോലീസ് അമാന്തം കാണിക്കുന്നതായും ആരോപിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ കാഞ്ഞങ്ങാട്, ജോയിന്റ് സെക്രട്ടറി റഫീഖ് ബൈത്താൻ, യൂണിറ്റ് പ്രസിഡന്റ് മനോജ് നേരിടിൽ എന്നിവരും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുകുന്ന് ഇട്ടമ്മൽ കട്ടക്കുളം റോഡ് നവീകരണം പാതിവഴിയിൽ നിലച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. ചെറുകുന്ന് പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 50 ലക്ഷം രൂപ ചെലവിലാണ് ചെറുകുന്ന് ഇട്ടമ്മൽ കട്ടക്കുളം 4-1 റോഡ് നവീകരിക്കുന്നത്. എന്നാൽ റോഡ് പ്രവൃത്തി മന്ദഗതിയിലായത് ജനങ്ങളെ വലയ്ക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസക്കാലമായി റോഡിൽ മെറ്റൽ പാകിയിട്ട് വാഹന കാൽനടയാത്രക്കാർക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് റോഡുള്ളത്. ചെറുകുന്ന് കട്ടക്കുളം പ്രദേശത്തുകാർ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണിത്. പ്രവൃത്തി വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് UDF കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി രജിത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായി കേരളത്തിന്റെ ഖജനാവ് കാലിയായിരിക്കുന്നു. ശമ്പളം കൊടുക്കാനില്ലാത്ത സംസ്ഥാനത്തിനകത്ത് നമ്മളിപ്പോ കാണുന്നത് എന്താണ്? പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അധ്യക്ഷന്മാരൊക്കെ വന്നു. എന്താ സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ ഉത്തരവ്? എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും നൽകിയിരിക്കുന്ന ഉത്തരവ് ബാക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിക്ക് വേണ്ടി 50 ലക്ഷം ഓരോ പഞ്ചായത്തും മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കണമെന്നാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ക്ഷേമ പദ്ധതിയായിരുന്നു ബാക്ലിയർ ഇംപ്ലാന്റേഷൻ. കെ ഷാജി അധ്യക്ഷത വഹിച്ചു. KT സാജിദ്, മുജീബ് റഹ്മാൻ, K കൃഷ്ണൻ, ഷുഹൈബ തസ്ലീം, ആഗ്നസ് ഇനാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നൂറ് വർഷം പഴക്കമുള്ള കാറുകൾ മുതൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ച കാറുകൾ വരെയുള്ള വൻ ശേഖരം. കാറുകളെ സ്നേഹിക്കുന്ന ഏവരും ഒരിക്കൽ സന്ദർശിക്കേണ്ട സ്ഥലമാണ് സിദ്ധാപുര വില്ലേജ് വിന്റേജ് കാർ മ്യൂസിയം. റോൾസ് റോയ്സ്, ഓഡി തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകൾ ഇന്നത്തെ കാലത്ത് തരംഗമായി മാറിയിരിക്കുമ്പോൾ ഒരു കാലത്ത് കാർ കമ്പനികളും മോഡലുകളും വിരളമായിരുന്ന ചരിത്രം നമ്മൾ മറന്നുപോയിരിക്കുന്നു. അന്നത്തെ രാജപ്രൗഢിയും ആഡംബരവും ചുമന്ന് റോഡുകൾ കീഴടക്കിയിരുന്ന കുറച്ച് വാഹനങ്ങൾ ഇന്ന് വിന്റേജ് കാർസ് എന്ന പേരിൽ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. കുടകിന്റെ പ്രകൃതി ഭംഗി അനുഭവിക്കാനായി യാത്ര ചെയ്യുന്നവർ പലപ്പോഴും തലക്കാവേരി, ഗോൾഡൻ ടെമ്പിൾ തുടങ്ങിയ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. എന്നാൽ ഈ യാത്രക്കിടയിൽ അത്ര പരിചിതമല്ലാത്ത, എന്നാൽ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു അപൂർവ കാഴ്ച കൂടി ഇവിടെയുണ്ട്. ഒരു വിന്റേജ് കാർ മ്യൂസിയം. സിദ്ധാപുര ജില്ലയിലെ നെല്ലിഹുടുക്കേരി എന്ന സ്ഥലത്ത് കാപ്പിത്തോട്ടങ്ങളുടെ നടുവിൽ നിശബ്ദമായി ചരിത്രത്തിന്റെ ചക്രം തിരിച്ചു നിൽക്കുന്ന ഈ മ്യൂസിയം മുബാറക് എസ്റ്റേറ്റിലാണുള്ളത്. കണ്ണൂർ സ്വദേശിയായ അഹമ്മദ് കുട്ടി ഹാജിയുടെ സമ്പാദ്യമായിരുന്ന ഈ കാറുകൾ അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ സുരക്ഷിതമായി സംരക്ഷിച്ച് പ്രദർശനത്തിന് തുറന്നിരിക്കുന്നു. അഹമ്മദ് കുട്ടി ഹാജി അവർ മരിച്ചു 7 കൊല്ലമായി. അവർ മോനെ നോക്കുന്നു, മുഹമ്മദ് അസ്രം. അത് 30 കൊല്ലമായി ഇവിടെ തന്നെ. 30 കൊല്ലമായി ഇവിടെ തന്നെ. അതിൽ 48 കാറുണ്ട്. വലിയ ആൾക്ക് 100 രൂപ, 5 പൈസക്ക് 12 പൈസ 50 രൂപ. അയാൾ ഇഷ്ടംപോലെ 60 ആളെല്ലാം വരുന്നുണ്ട്. ഇവിടെ 100 വർഷം പഴക്കമുള്ള കാറുകൾ മുതൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചിരുന്ന ഓസ്റ്റിൻ 8,
1940-50കളിലെ റെഡ് ഫോക്സ് വാഗവൺ ബീറ്റിൽ, ബ്രിട്ടീഷ് ഫോർഡിന്റെ ചരിത്രപ്രധാനമായ മോഡലായ ഫോർഡ് അംഗ്ലിയ, 1955 പുറത്തിറക്കിയ ഓസ്റ്റിൻ ബ്രിഡ്ജ് തുടങ്ങി ആകെ 48 വിന്റേജ് കാറുകൾ പഴയകാലത്തിന്റെ ഓർമ്മകളായി നിലകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ പെരുമ ദുബായ് പുരസ്കാര സമർപ്പണം പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ നടന്നു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ പെരുമ ദുബായ് സമഗ്ര സംഭാവനയ്ക്കുള്ള പെരുമ പുരസ്കാര സമർപ്പണം പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ ഭാഗേഷ് മാരാർ, ശ്രീനിവാസൻ കാങ്കോൽ എന്നിവരുടെ സോപാന സംഗീതത്തോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമായത്. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ച് പുരസ്കാര സമർപ്പണം നടത്തി. എത്രമാത്രം ഉയരത്തിലെത്തി എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവരുടെ കഴിവും അവരുടെ ആ ഒരു പരിഗണനയുടെ വഴി എത്ര ഗംഭീരമായിരിക്കുന്നു എന്നുള്ളത് ബാലേട്ടനെ സംബന്ധിച്ച് നൽകുന്ന ഈ ഒരു ആദരവ്. ആരും ചിലപ്പോൾ ബാലേട്ടനെ പരിഗണിക്കണമെന്നില്ല. അദ്ദേഹം ഒരു ഖാദി വിറ്റ് നടന്നിട്ടുള്ള ഒരാളല്ല. പയ്യന്നൂരിലെ ഖാദി സ്റ്റോർ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത്രമാത്രം താഴ്മദാൻ അഭ്യുന്നതി എന്ന് ജീവിതം കൊണ്ട് സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ് കത്തായി ബാല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ ഗ്രാമത്തിൽ എപ്പോൾ വരുമ്പോഴും അദ്ദേഹം അമിതമായി ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നു എന്നുള്ളൊരു വിഷമമല്ലാതെ അദ്ദേഹം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ്. പി.യു. രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നാട്യാചാര്യ ഗുരു എൻ.വി. കൃഷ്ണൻ മാസ്റ്റർ പുരസ്കാരം ഏറ്റുവാങ്ങി. ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി എം. പ്രദീപ് കുമാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി, ജ്യോതിഷരത്നം എ. വി. മാധവ പൊതുവാൾ, ടി. പി. ഭാസ്കര പൊതുവാൾ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പി. കെ. സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, കെ. ജയരാജ, ബാലകൃഷ്ണൻ പനക്കേൽ, പ്രൊഫസർ എം. രാജീവൻ, കെ. പി. ശ്രീധരൻ, കൃഷ്ണവേണി, പി. യു. മനോഹരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നാട്യാചാര്യ ഗുരു എൻ.വി. കൃഷ്ണൻ മാസ്റ്റർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ എന്നിവർ മറുമൊഴി ഭാഷണം നടത്തി. വിവിധ രംഗങ്ങളിൽ അവാർഡ് ലഭിച്ച പ്രതിഭകളായ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, കാമ്പരത്ത് മാധവൻ മാസ്റ്റർ, പി. പി. രാഘവൻ, പ്രഭാകരൻ തരങ്കിണി, അത്തായി ബാലകൃഷ്ണൻ എന്നിവരെ പയ്യന്നൂർ പെരുമ ആദരിച്ചു. രവീന്ദ്രൻ പുതിയടത്ത്, ഡോക്ടർ അനിൽ പുത്തലത്ത്, കെ. ശിവകുമാർ, കെ. വി. രമേശൻ എന്നിവർ പ്രതിഭകളെ പരിചയപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൈതോല ചെടികളുടെ നാശം കൈതോല നെയ്യുന്നവരുടെ ജീവിതം വഴിമുട്ടിക്കുക മാത്രമല്ല, പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും നാശത്തിനും കാരണമാവുകയാണെന്ന് പഠനത്തിലൂടെ തെളിയിച്ച് ആലപ്പടമ്പ ഏറ്റുകുടുക്കയിലെ ശ്രീലക്ഷ്മി പ്രഭാകർ. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മി 1 വർഷത്തോളം നീണ്ട പഠനത്തിലൂടെയാണ് വിശദമായ പഠന തീസിസ് തയ്യാറാക്കിയിരിക്കുന്നത്. കൈതോല ചെടികളുടെ നാശം കൈതോല നെയ്യുന്നവരുടെ ജീവിതം വഴിമുട്ടിക്കുക മാത്രമല്ല, പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും നാശത്തിനും കാരണമാവുകയാണെന്ന് പഠനത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ആലപ്പടമ്പ ഏറ്റുകുടുക്കയിലെ ശ്രീലക്ഷ്മി പ്രഭാകർ. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പയ്യാറട്ട് പ്രദേശത്തെ കോളനിക്കാരുടെ ജീവിതത്തെയാണ് പഠന വിധേയമാക്കിയത്. പരമ്പരാഗത തൊഴിൽ നഷ്ടമായി. ഒപ്പം തന്നെ കൈതോല ചെടികളൊക്കെ പതിയെ കാണാമറയത്തേക്ക് നീങ്ങുന്നു. ഇവയുടെ നാശം ശുദ്ധജലത്തിന്റെ നാശത്തിലും ആവാസ വ്യവസ്ഥയുടെ താളം തെറ്റലിലും എത്തി നിൽക്കുന്നു. പണ്ടാനസ് കാൻറസ് വിഭാഗത്തിൽപ്പെട്ട കൈതോല ചെടിയുടെ പൊയ്ക്കാൽ വേര് ചെടിയെ താങ്ങി നിർത്തുന്നതോടൊപ്പം കയ്യാല സംരക്ഷണവും അതുപോലെ വിത്ത് സംരക്ഷണവും ചെയ്യുന്നുണ്ട്. കൈതോല ചെടിയുടെ അടുത്ത് നിരവധി ജീവജാലങ്ങളെയും കാണാൻ സാധിച്ചു. കൈതോല ചെടിയുടെ ഇലയിൽ ഫ്ലാവനോയിഡും ഫിനോളിക്കും ആയ ആൻറ്റി ഓക്സിഡൻ്റായ കണ്ടൻറ്റുകൾ പരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ സാധിച്ചു. അതുപോലെ കൈതോല ചെടിയുടെ അടുത്ത് വേനൽക്കാലത്ത് നിരവധി ജലവും കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും സഹായത്തോടെ തോട്ടിൻ്റെ ഇരുകരകളിലും കൈതോല ചെടി വച്ചുപിടിപ്പിക്കുകയും ചെയ്തു. അതുപോലെ കുടുംബശ്രീകളിലും മറ്റ് പൊതുസ്ഥാപനങ്ങളിലും കൈതോലച്ചെടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലഘുലേഖ വിതരണം ചെയ്യുകയും പഞ്ചായത്തിലൊരു നിവേദനം നൽകുകയും ചെയ്തു. തെർമോമീറ്റർ, മണ്ണ് പരിശോധന തുടങ്ങി പല മാർഗങ്ങളിലൂടെയാണ് ശ്രീലക്ഷ്മി പഠനം നടത്തിയത്. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മി 1 വർഷത്തോളം നീണ്ടുനിന്ന പഠനത്തിലൂടെയാണ് വിശദമായ പഠന തീസിസ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രഭാകരൻ ഷീജ ദമ്പതികളുടെ മകളാണ്. സഹോദരൻ അക്ഷയ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജനതയുടെ ഒരു പുതിയ മിൽക്ക് ബ്രാൻഡ് കൂടി വിപണിയിലിറങ്ങി. ചായയ്ക്കും കാപ്പിക്കും കൂടുതൽ അനുയോജ്യമായ പാൽ
ചായ് മാസ്റ്റർ എന്ന പേരിലാണ് വിപണിയിലിറക്കിയത്. വെള്ളൂർ ജനതയിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉപഭോക്താക്കൾക്കായി ഈ പുതുവത്സരത്തിൽ ജനതയുടെ ഒരു പുതിയ മിൽക്ക് ബ്രാൻഡ് കൂടി വിപണിയിലേക്ക് ഇറങ്ങി. ചായയ്ക്കും കാപ്പിക്കും കൂടുതൽ അനുയോജ്യമായ പാൽ ചായ് മാസ്റ്റർ എന്ന പേരിലാണ് വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി വിതരണോദ്ഘാടനം നിർവഹിച്ചു. അതൊരു ബ്രാൻഡ് എന്ന നിലയിൽ നമ്മുടെ വിപണിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റേത് മിൽക്ക് പ്രൊഡക്റ്റിനെയും വെല്ലുവിളിക്കാൻ സാധിക്കുന്നില്ല. KP ജനതയുടെ ബ്രാൻഡ് മൂല്യം ഉയർന്നിട്ടുണ്ട്. ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി ഇന്ന് മാറി വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അത് ഏതെങ്കിലും നിലയിൽ സ്ഥാപനത്തിന്റെ കുറ്റമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമില്ല. കാരണം നമുക്ക് അന്ന് പര്യാപ്തമായ ഒരു സംവിധാനം വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മുടെ മുമ്പിലുണ്ടായിട്ടുള്ള ടെക്നോളജിയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ടെക്നോളജി അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് മഹേഷ് മുത്താഴം ഉദ്ഘാടകനിൽ നിന്നും പുതിയ മിൽക്ക് ബ്രാൻഡായ ചായ് മാസ്റ്റർ ഏറ്റുവാങ്ങി. സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി T ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ KV ജ്യോതി, ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഡയറക്ടർ KV സുധാകരൻ, ചെറുകിട വ്യവസായ തൊഴിലാളി യൂണിയൻ ജനതാ ഡിവിഷൻ പ്രസിഡന്റ് KP പ്രകാശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ പുതുവത്സരാഘോഷവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ പുതുവത്സരാഘോഷവും ആദരിക്കൽ ചടങ്ങും നടത്തി. രാജയോഗിനി ബ്രഹ്മകുമാരി ശാന്ത, രാജയോഗിനി ബ്രഹ്മകുമാരി അനസൂയ എന്നിവർ നേതൃത്വം നൽകി. TI മധുസൂദനൻ MLA, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P ശ്യാമള, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി, 15ാം വാർഡ് നഗരസഭാ കൗൺസിലർ മനോജ് കുമാർ, ബ്രഹ്മകുമാരീസ് ഹൂബ്ലി സോൺ ഇൻചാർജ് ഡോക്ടർ ബ്രഹ്മകുമാർ ബസവരാജർഷി, കർഷക അവാർഡ് ജേതാവ് നാരായണൻ വൈദ്യർ കാനായി, പൂരക്കളി ആശാൻ പ്രമോദ്, രാജയോഗിനി ബ്രഹ്മകുമാരി വിശ്വേശ്വരി തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. തുടർന്ന് ശ്രീലക്ഷ്മി, ശ്രീപാർവതി എന്നിവർ നൃത്തം അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ കേബിൾ ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നെറ്റ്വർക്ക് ചാനൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. മാനേജിംഗ് ഡയറക്ടർ VV മനോജ് കുമാർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി പഴയങ്ങാടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പവർ എക്സിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം പഴയങ്ങാടിയിൽ നടന്നു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B സത്യഭാമ ഉദ്ഘാടനം നിർവഹിച്ചു. പഴയങ്ങാടിക്കാർക്ക് പുതുവത്സര സമ്മാനമായി പവർ എക്സിന്റെ നവീകരിച്ച ഷോറൂം പഴയങ്ങാടി മാടായി പള്ളിക്ക് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. സോളാർ സിസ്റ്റം, വാട്ടർ പ്യൂരിഫയർ, സോളാർ വാട്ടർ ഹീറ്റർ, ബാറ്ററി, ഇൻവെർട്ടർ, വാട്ടർ ഫിൽട്ടർ, CCTV ക്യാമറ തുടങ്ങിയവയുടെ വിൽപ്പനയും സേവനവും ലഭ്യമാണ്. വീടുകളിലും സ്ഥാപനങ്ങളിലും സോളാർ ഒരുക്കുമ്പോൾ സബ്സിഡിയും ലഭ്യമാണ്. കൂടാതെ പുതുവത്സരത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളും ലഭ്യമാണ്. ഷോറൂം ഉദ്ഘാടനം മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B സത്യഭാമ നിർവഹിച്ചു. ഈ പുതുവത്സരത്തിൽ ആദ്യത്തെ ഒരു ഉദ്ഘാടനമാണിത്. അപ്പം പവറെക്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഈശ്വരനെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പറയുന്നു. K സീനു, KV രമേശൻ, TV ഗോവിന്ദൻ, തലക്കാട്ട് കുഞ്ഞിക്കണ്ണൻ എന്നിവർ പങ്കെടുത്തു. സോളാർ പദ്ധതിക്ക് 78,000 രൂപ ഗവൺമെന്റ് സബ്സിഡിയും EMI സൗകര്യവും മികച്ച വിൽപ്പനാനന്തര സേവനവും ലഭ്യമാണ്.
പവറക്സ് എന്നൊരു സ്ഥാപനമാണ്. നമ്മളിത് പയ്യന്നൂരേക്ക് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഷോപ്പ് വരുന്നത്. അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതാണ്. നമ്മൾ മെയിനായിട്ട് സോളാർ, വാട്ടർ പ്യൂരിഫയർ, ഇൻവെർട്ടർ, CCTV ക്യാമറ അതുപോലുള്ള പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ആൻഡ് സർവീസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഒരു 30 വർഷമായിട്ട് നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പഴയങ്ങാടി മേഖലയിൽ തന്നെ നമ്മളൊരു 10 വർഷത്തോളമായിട്ടുള്ള പ്രവർത്തനമുണ്ട്. പുതിയൊരു ഇതിലേക്ക് റീ ഓപ്പൺ ആയിട്ട് വന്ന് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥാപനമായിട്ട് എല്ലാവിധ സപ്പോർട്ടും വേണമെന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പാടിയോട്ടുചാൽ, പയ്യന്നൂർ, മാതമംഗലം, കാങ്കോൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു. പവറക്സ് എന്ന സ്ഥാപനം വലിയൊരു പ്രസ്ഥാനമായി മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പുതുവത്സരാശംസ നേർന്നുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം വളരെ നന്നായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിക്ക് തുടക്കമായി. 77 നവകേരള കർമ്മസേനാംഗങ്ങളാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ വീടുകൾ തോറും കയറിയിറങ്ങി അഭിപ്രായങ്ങൾ തേടുന്നത്. ജനകീയ സർക്കാർ ജനങ്ങളെ കേൾക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് പുതുവത്സര ദിനത്തിൽ തുടക്കം കുറിച്ചു. സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനകീയ കരുത്തു പകരാൻ ലക്ഷ്യമിട്ടുള്ള വികസനക്ഷേമ പഠന പരിപാടിക്കാണ് കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ തുടക്കമായത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന വികസനക്ഷേമ പദ്ധതികൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഭാവി നവകേരള നിർമ്മിതിയിലേക്ക് ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിനുമായുള്ള വിപുലമായ ജനകീയ പരിപാടിയാണ് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കരിവെള്ളൂർ സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പഞ്ചായത്ത് തല പരിശീലനം പൂർത്തിയാക്കിയ 77 നവകേരള കർമ്മസേനാംഗങ്ങളാണ് ജനുവരി 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളും കയറി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് തല ഉദ്ഘാടനം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരായ കൂക്കാനം റഹ്മാൻ മാസ്റ്റർ, തുള്ളൽ കലാകാരൻ കരിവെള്ളൂർ രത്നകുമാർ, പൂരക്കളി കലാകാരൻ കെ കുഞ്ഞമ്പു പണിക്കർ എന്നിവരുടെ വീട്ടിലെത്തി കർമ്മസേനാംഗങ്ങൾ അഭിപ്രായങ്ങൾ സ്വീകരിച്ചാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നവകേരള സൃഷ്ടിക്കായി ഓരോരുത്തരുടെയും വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിനായാണ് ഇങ്ങനെയൊരു ദൗത്യം നടത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ പറഞ്ഞു. ഒരു ബൃഹത്തായിട്ടുള്ള പരിപാടി സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറയുന്ന വികസന ക്ഷേമ പഠന പരിപാടി കേരളത്തിൽ 84,000-ഓളം വളണ്ടിയർമാരെ പ്രത്യേകം പരിശീലനം നൽകി കേരളത്തിലെ മുഴുവൻ വീടുകളിലും കയറാൻ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ ഭാവി മുന്നേറ്റത്തിന് വലിയ കരുതലും കരുത്തുമാകുന്ന, ഇന്നലെ വരെ മന്ത്രിസഭാ തലത്തിലെല്ലാം എടുത്തിട്ട് പ്രാവർത്തികമാക്കിയ തീരുമാനം ജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഒരു ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുന്ന അതിവിശാലവും ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടിക്കാണ് കേരളത്തിൽ ഗവൺമെൻറ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുതാമണി, വാർഡംഗങ്ങളായ NV അശോകൻ, TV ചന്ദ്രമതി, സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം പഞ്ചായത്ത് തല സമിതി അംഗങ്ങളായ ഡോക്ടർ ഗായത്രി പ്രതാപ്, PV ചന്ദ്രൻ മാസ്റ്റർ, K സുധാകരൻ മാസ്റ്റർ, P ചന്ദ്രൻ മാസ്റ്റർ, K രവീന്ദ്രൻ, M രാഘവൻ എന്നിവർ പങ്കെടുത്തു. വിവിധ വീടുകളിലായി കർമ്മസേനാംഗങ്ങളായ AK രമ, സരിത VK, ജിഷ്ണു KS, ശ്രീലേഖ ടീച്ചർ, P നിഷ, കല്ലത്ത് രവീന്ദ്രൻ, K ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, P മനോജ് കുമാർ, MV അജിത, MV ഷീന, അഭ്യാൽ രാഘവൻ, അനില, നവനീത് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ശിശുമന്ദിരത്തിൽ പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ശിശുമന്ദിരത്തിൽ പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ശിശുമന്ദിരത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. 2026 വരവേൽക്കുന്ന ഏറ്റവും ആവേശകരമായിട്ടുള്ള ചടങ്ങുകളാണ്, വിവിധങ്ങളായിട്ടുള്ള ആഘോഷങ്ങളാണ് ഇന്നലെയും ഇന്നുമായി ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂക്കാനം ശിശുമന്ദിരത്തിലെ കൊച്ചുകുട്ടികൾ ഈ 2026 വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള വലിയൊരു സന്തോഷമാണ് കേക്ക് മുറിച്ച് ഇവിടെ പങ്കിടുന്നത്. ചടങ്ങിൽ ശിശുമന്ദിരം ടീച്ചർ സുനിത K അധ്യക്ഷയായി.
എം രാഘവൻ, PV ചന്ദ്രൻ മാസ്റ്റർ, രവി TV, കാർത്തിയായനി TP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മിച്ച പടിപ്പുരയുടെ ഔപചാരികമായ സമർപ്പണം ക്ഷേത്രം തന്ത്രി കല്ലമ്പള്ളിയിലത്ത് മണികണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. എടനാട് ശ്രീ തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം മഹോത്സവ കമ്മിറ്റിയുടെ UAE കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രവാസി കൂട്ടായ്മയായ പടിപ്പുര 2027 വകയായാണ് പടിപ്പുര നിർമ്മിച്ചത്. സമർപ്പണ ചടങ്ങിൽ ക്ഷേത്രം കാരണവന്മാർ, ആചാരക്കാർ, ക്ഷേത്രാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പടിപ്പുര 2027 കൂട്ടായ്മ പ്രസിഡന്റ് ഇരിയലത്ത് രാജൻ പടിപ്പുര നിർമ്മിതിയെ സംബന്ധിച്ച് വിശദീകരിച്ചു. പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റി ചെയർമാൻ തെക്കടവൻ ജനാർദ്ദനൻ, കൺവീനർ വിജയൻ അടുക്കാടൻ, ക്ഷേത്രം പ്രസിഡന്റ് സുനിൽകുമാർ മുത്തത്യൻ, സെക്രട്ടറി എടച്ചേരി സുരേശൻ, പ്രവാസി കൂട്ടായ്മ സെക്രട്ടറി വിനോദ് കുന്നുമ്മൽ, കോർഡിനേറ്റർ ഇടവലത്ത് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 2027 ജനുവരി 10 മുതൽ 13 വരെ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് പ്രവാസി കൂട്ടായ്മ പടിപ്പുര 2027 ക്ഷേത്രം പടിപ്പുര നവീകരിച്ച് പുനർനിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കരിവെള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനിവാസൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രകാശൻ കരിവെള്ളൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കരിവെള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനിവാസൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രകാശൻ കരിവെള്ളൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കഥകാലം പോലെയാണ്. ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയം എന്താണോ, ഒരു കാലഘട്ടത്തിലെ ജനജീവിതം എന്താണോ, അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർ ചിന്തിക്കുന്നത് എന്താണോ, അവരുടെ സ്വാർത്ഥത എന്താണോ, അവരുടെ ഉള്ളിലിരിപ്പ് എന്താണോ, അതൊക്കെയാണ് ഇയാൾ രക്ഷപ്പെടുത്തുന്നത്. ഒരുതരം അവനവനെ തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ സ്വയം പരിഹാസനായിട്ട് അവനവനെ തീ വെച്ചിട്ട് വെളിച്ചം ഉണ്ടാക്കുന്ന ഒരു കലയുടെ ഒരു മെത്തേഡ് ശ്രീനിവാസന്റെ രചനകൾക്കുണ്ട്. ആത്മപരിഹാസത്തിലൂടെ സമൂഹത്തിനെ പരിഹസിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീനിവാസൻ വിമർശിച്ചത് സമൂഹത്തിലെ വ്യക്തികളെയാണ്, കുറ്റവും കുറവുള്ള മനുഷ്യന്മാരുടെ തകരാറുകളെയാണ് ശ്രീനിവാസൻ വല്ലാതെ ഒന്നും പറഞ്ഞിച്ചത്, സമൂഹത്തെ. ശ്രീനിവാസൻ സിനിമകളെക്കുറിച്ച് U രാജീവൻ പ്രഭാഷണം നടത്തി. MV രാഘവൻ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ഖാന, P മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11ന്റെ രണ്ടാമത്തെ സ്നേഹഭവനത്തിന്റെ കട്ടിളവെപ്പ് മാതമംഗലത്ത് നടന്നു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മാതമംഗലത്ത് നിർമ്മിക്കുന്ന പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11ന്റെ രണ്ടാമത്തെ സ്നേഹഭവനത്തിന്റെ കട്ടിളവയ്പ് ചടങ്ങ് നടന്നു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാതമംഗലത്തുള്ള സുരേഷ് ബാബുവിന് നിർമ്മിച്ചു നൽകുന്ന പുതിയ സ്നേഹവീടിൻ്റെ കട്ടിളവെപ്പ് ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഏറെ സന്തോഷം. പുതുവർഷത്തിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രവർത്തനം നടത്താൻ സാധിച്ചതിൽ. അതുപോലെ തന്നെ NSS യൂണിറ്റിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാകണമെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വാർഡ് മെമ്പർ PV ബിന്ദു, പ്രേംജി മാസ്റ്റർ, ദീപ ഗിരീഷ്, NSS 11 പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മഞ്ജു ആർനാഥ്, സെക്രട്ടറി അബിൻ പ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. 41 വർഷത്തെ രാജ്യസേവനം നടത്തി വിരമിച്ച് നാട്ടിലെത്തിയ പേരൂൽ സ്വദേശി CRPF ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ നായർക്ക് കണ്ണൂർ CRPF കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. TI മധുസൂദനൻ MLA സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരേതരായ കാനാവീട്ടിൽ കല്യാണിയമ്മയുടെയും KV ചന്തുക്കുട്ടി നമ്പ്യാരുടെയും മകനായി പയ്യന്നൂർ കണ്ടങ്കാളിയിലെ കാനാത്തറവാട്ടിൽ ജനിച്ച ഉണ്ണികൃഷ്ണൻ നായർ പഞ്ചാബ്, മിസോറാം, ത്രിപുര, ആസാം, മുംബൈ, ജമ്മു കാശ്മീർ, ഛത്തീസ്ഗഡ്, RTC പെരുങ്ങോം തുടങ്ങിയ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇദ്ദേഹം നിരവധി പുരസ്കാരങ്ങളും 35ഓളം ക്യാഷ് റിവാർഡുകളും നേടിയിട്ടുണ്ട്. കണ്ണൂർ പെരുങ്ങോം RTC ക്യാമ്പിൽ നിന്നുമാണ് വിരമിച്ച് നാട്ടിലെത്തിയത്. പേരൂരിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ CRPF കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും, CRPF പെൻഷൻ ഫോറം അംഗങ്ങളും, ഓൾ ഇന്ത്യ എക്സ് പാരാമിലിറ്ററി അസോസിയേഷൻ അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. TI മധുസൂദനൻ MLA സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ എം, സുരേശൻ എം, വാർഡ് മെമ്പർ ഷൈമ, ഗോപിനാഥൻ എം കെ, പ്രേമരാജൻ, കണ്ണൂർ കൂട്ടായ്മ അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതുവത്സര പിറവിയിൽ കർഷകർക്ക് പുതുവത്സര സമ്മാനവുമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ 40,000 പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 40,000 പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ നിർവഹിച്ചു. ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 80,000 തൈകളാണ് ഈ കർഷക കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായി 40,000 തൈകൾ ഇതിനു മുന്നേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ജനങ്ങൾക്കുള്ള ഒരു പുതുവത്സര സമ്മാനമായി ഈ ബാക്കി 40 പച്ചക്കറി തൈകൾ നൽകാനാണ് തീരുമാനം കൃഷി ഓഫീസർ എടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തെ ഏറെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനവും കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള ഒരു തുടക്കം കൂടി ഇതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV രത്നവല്ലി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരിച്ചു. കാർഷിക കർമ്മസേന ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി തൈകൾ വാർഡുകളിൽ വിതരണം ചെയ്യുന്നതിനുള്ള ഫ്ളാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം MV രവി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വാർഡ് കേന്ദ്രങ്ങളിൽ വെച്ച് അടുത്ത ദിവസങ്ങളിൽ പച്ചക്കറി തൈകൾ സൗജന്യമായി കർഷകർക്ക് വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ക്രിസ്തുമസ് അവധിക്കാലം സേവന പ്രവർത്തനങ്ങളുടേതാക്കി മാറ്റി NSS വളണ്ടിയർ ക്യാമ്പുകൾ. ഹയർ സെക്കൻഡറി, VHSC വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളാണ് സപ്തദിന ക്യാമ്പുകളിലൂടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സന്നദ്ധ സേവനത്തിലൂടെ മാതൃക കാട്ടുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിനും സ്കൂൾ ലൈബ്രറികൾക്ക് പുരസ്കാരം എത്തിക്കലും പൂന്തോട്ടങ്ങളും പച്ചക്കറി വാഴത്തോട്ടങ്ങളും ഒരുക്കലുമെല്ലാം ഒരാഴ്ച നീണ്ട ക്യാമ്പുകളുടെ ഭാഗമായി വളണ്ടിയർമാർ ഏറ്റെടുത്തു. അതോടൊപ്പം പല ക്യാമ്പുകളിലും പ്രീ പ്രൈമറികളിലെയും അങ്കണവാടികളിലെയും കുരുന്നുകൾക്ക് കളിപ്പാട്ടങ്ങൾ അവർ എത്തിച്ചു നൽകുകയും ചെയ്തു. വലിയ പറമ്പ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ NSS വളണ്ടിയർമാർ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ IT ALP സ്കൂളിൽ കദളിവനം എന്ന പേരിൽ വാഴത്തോട്ടം ഒരുക്കി. 25 വാഴക്കന്നുകൾ നട്ട് വേലികെട്ടിയാണ് വാഴത്തോട്ടം സമർപ്പിച്ചത്. ഗാന്ധി ആശയപ്രചരണ ഭാഗമായി IT സ്കൂളിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വർണ്ണചിത്രം നൽകി. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MD ബുഷ്ര ചിത്രം കൈമാറുകയും വാഴത്തോട്ടം സമർപ്പിക്കുകയും ചെയ്തു. സ്കൂൾ ലൈബ്രറിയിലേക്ക് വ്യത്യസ്തങ്ങളായ 80 പുസ്തകങ്ങൾ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP മനോജ് കൈമാറി. പ്രീ പ്രൈമറി അങ്കണവാടി കുട്ടികൾക്ക് സ്നേഹാങ്കണം പദ്ധതിയിൽ കളിപ്പാട്ട വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വലിയ പറമ്പ് ഡിവിഷൻ അംഗം K സിന്ധു വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം MK ഉമ്മുക്കുൽസു ഏറ്റുവാങ്ങി. 50 തുണിസഞ്ചികളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം AK ഉമ്മുക്കുൽസു അധ്യക്ഷത വഹിച്ചു. പടന്നക്കടപ്പുറം സ്കൂൾ പ്രിൻസിപ്പൽ N ലത്തീഫ്, PTA പ്രസിഡന്റ് NK മുഹമ്മദ് കുഞ്ഞി, NSS കോർഡിനേറ്റർ U ദിവ്യ, N ദിനേശൻ, NK സന്ദീപ് കുമാർ, N മിസിരിയ, K മഞ്ജുള, NK അബ്ദുറഹ്മാൻ, P ഷബീന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുഞ്ചക്കാട് തണൽ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കണ്ടങ്കാളി പുഞ്ചക്കാട് റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.